ഹായ് എവ്രിവൺ, ലിൻഡോ ജോൺ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലാംഗ്വേജ് എറ്റിക്കറ്റിൻ്റെ ഇംഗ്ലീഷിലെ മര്യാദകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എല്ലാവരെയും നന്നായിട്ട് വിഷ് ചെയ്തേക്കണമെന്ന്. എല്ലാവരും നന്നായിട്ട് വിഷ് ചെയ്യണമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് എറ്റിക്കറ്റിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ്, ലാംഗ്വേജിലെ മര്യാദകളെ കുറിച്ചിട്ടുള്ള രണ്ടാം ഭാഗത്തിലേക്കാണെന്ന് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ആർ യു എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നാഴിക്ക് 40 വട്ടം ചെറുപ്പകാലഘട്ടം തുടങ്ങി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ വളരെ പരിചിതമായിട്ടുള്ളൊരു സെൻറ്റൻസാണ്, ഒരു ക്വസ്റ്റ്യനാണ് ഹൗ ആർ യു, നിനക്ക് എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന വീഡിയോ. അപ്പോൾ ഈ ഹൗ ആർ യു എന്ന് പറയുന്നത് നമ്മൾ കേട്ടും ചോദിച്ചും മടുത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻറ്റ് യൂസേജസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൗ ആർ യു എന്ന് പറയുന്ന ചോദ്യം പലപ്പോഴും നമുക്ക് ഭയങ്കര മടുപ്പുളവാക്കുന്ന ഒന്നാണ്. ഇതിന് ഏറ്റവും മനോഹരമായിട്ട് അനേകം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ നമ്മളത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, വെറൈറ്റി ആയിട്ടുള്ളത് ഉപയോഗിക്കണം. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോയിൽ ഇംഗ്ലീഷ് ലാഡറിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നവർ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യത്തേലേക്ക് കിടക്കുകയാണ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നാണ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ മലയാളത്തിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കോ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. രണ്ടാമത്തത് വാട്സാപ്പ്. ഓക്കെ, വാട്സാപ്പ് എന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വിശ്വസിക്കണം. കാരണം ഇംഗ്ലീഷ് ലാഡറിൻ്റെ വാട്സാപ്പിലൂടെയുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞ് ഇപ്പോൾ എപ്പോഴും വാട്സാപ്പിന്നേ മനസ്സിൽ വരുള്ളൂ. വാട്സാപ്പ് അല്ല, വാട്സാപ്പ് എന്തുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നത് വളരെ കോമൺ ആയിട്ട് ഹൗ ആർ യുവിന് പകരം ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്സാപ്പ്. ഓക്കെ, മൂന്നാമത്തതാണ് ഹൗഡി. ഹൗ ആർ യു ഡൂയിങ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹൗഡി എന്ന് പറയുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, ഹൗഡി. അമേരിക്കൻ ആണ് കേട്ടോ, പക്ഷേ അമേരിക്കയിലുള്ളവരല്ല ഇപ്പോൾ അത് അധികം ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലുള്ളവരും മറ്റു രാജ്യങ്ങളിലുള്ളവരാണ് അമേരിക്കക്കാരെക്കാളും കൂടുതൽ ഇപ്പോൾ ഹൗഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൗ ആർ യുവിന് പകരം ഉപയോഗിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് ഹൗഡി. ഓക്കെ, അപ്പോൾ ഇന്ന് തുടങ്ങി ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഹൗഡി എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ കണ്ണ് ഒന്ന് ചുളിക്കും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്ലാരിറ്റി കൊടുത്തേക്കണം. ഹൗ ആർ യു ഡൂയിങ് അല്ലെങ്കിൽ ഹൗ ഡു യു ഡു എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ഒരു ഷോർട്ട് ഫോം ആടാ, നീയും പഠിച്ചോ എന്ന് പറഞ്ഞേക്കണം. ഓക്കെ, നാലാമത്തെയാണ് ഹൗ ഹാവ് യു ബീൻ. ഓക്കെ, ഹൗ ഹാവ് യു ബീൻ. ഹൗ ആർ യുവിന് തന്നെ പകരം ഉപയോഗിക്കുന്ന എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്ന മറ്റൊരു സ്ട്രക്ചറാണ്. അഞ്ചാമത്തെയാണ് വാട്ട് ആർ യു അപ് ടു. എവിടം വരെയായി കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇല്ലേ. അപ്പോൾ വിശേഷം ചോദിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എവിടം വരെയായി കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് തുടങ്ങി ചോദിച്ചോ, വാട്ട് ആർ യു അപ് ടു. ഓക്കെ, ആറാമത്തേതാണ് ഹൗ ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹൗഡിയുടെ ഒരു എലാബറേറ്റഡ് ഫോമാണ് ഹൗ ആർ യു ഡൂയിങ്. എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുണ്ട് എന്ന് തന്നെ. ഹൗ ആർ യുവിൻ്റെ അതേ യൂസേജസ് തന്നെ, പക്ഷെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് ഏഴാമത്തേലേക്ക് കിടക്കാം. വാട്ട്സ് ഗോയിങ് ഓൺ, എന്തൊക്കെയാണ് നടക്കണത്. ഓക്കെ, നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെയാണ് നടക്കണേ എന്ന് ചോദിക്കും നമ്മൾ കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള യൂസേജാണ് വാട്ട്സ് ഗോയിങ് ഓൺ. എട്ടാമത്തെയാണ് വാട്ട്സ് ന്യൂ ഓർ വാട്ട്സ് ന്യൂ വിത്ത് യു. ഓക്കെ, വാട്ട്സ് ന്യൂ അല്ലെങ്കിൽ വാട്ട്സ് ന്യൂ വിത്ത് യു, എന്താണ് പുതിയ വിശേഷങ്ങൾ, എന്താണ് നിൻ്റെ പുതിയ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക വാട്ട്സ് ന്യൂ ഓർ വാട്ട്സ് ന്യൂ വിത്ത് യു. ഓക്കെ, അപ്പോൾ ഒമ്പതാമത്തേക്ക് കിടക്കാം. ഒമ്പതാമത്തെയാണ് ഹൗ ആർ യു ഫീലിംഗ്. നമുക്കൊരു രോഗിയായിട്ടുള്ള ആളാണ്, കുറച്ച് ക്ഷീണിതനായിട്ട് തോന്നാണ്, നമുക്ക് ചോദിക്കാം ഹൗ ആർ യു ഫീലിംഗ് നൗ, നിനക്കിപ്പോൾ എങ്ങനെയാണ് തോന്നണേ, എന്താ തോന്നണേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോയ്ക്കോ ഒരു സ്റ്റേജ് പെർഫോമൻസിനൊക്കെ മുമ്പ് നെർവസ് ആയിട്ടൊക്കെ ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം ഹൗ ആർ യു ഫീലിംഗ് നൗ, ആർ യു ഫീലിംഗ് ഓക്കെ, ആർ യു കോൺഫിഡൻറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂസാണ് ഹൗ ആർ യു ഫീലിംഗ് നൗ. അപ്പോൾ പത്താമത്തെയാണ് അവസാനത്തെയാണ്
ഹൗ ഈസ് എവ്രിതിങ്, നിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട്, ഓക്കെ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ചോദിക്കുക. ഹൗ ഈസ് എവ്രിതിങ്. അപ്പോൾ 10 എണ്ണവും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒരു പ്രാവശ്യം കണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഈ ഒരു വീഡിയോ മാത്രമല്ല, നമ്മൾ ഇംഗ്ലീഷ് ലാഡറിൽ നിന്ന് വരുന്ന ഓരോ വീഡിയോസും നമ്മളിതൊക്കെ ലേണിംഗ് വീഡിയോസാണ്. നമ്മൾ മറ്റ് പല വ്ളോഗേഴ്സിൻ്റെ വീഡിയോസും നിങ്ങൾ നിരന്തരം കാണുന്നവരായിരിക്കും. ചിലപ്പോൾ ട്രാവലിംഗ് വ്ളോഗ്സും അല്ലെങ്കിൽ ടെക് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. നമ്മൾ അതൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ലേണിംഗ് വീഡിയോസ്, അത് ഇംഗ്ലീഷ് ലാഡറിൻ്റെ മാത്രമല്ല, ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെയും ലേണിംഗ് വീഡിയോസ് നമുക്ക് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആവർത്തി ആ വീഡിയോസ് കാണണം. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കണ്ട ഈ ഒരു 10 ഹൗ ആർ യുവിന് പകരമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ നിരന്തരം ഉപയോഗിക്കാത്തവരാണ്, നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് നിരന്തരം ഒരു 10, 15, 20 പ്രാവശ്യമൊക്കെ പല ആവർത്തിയായിട്ട് നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഗതികൾ നമ്മുടെ മനസ്സിലോട്ട് കയറത്തുള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ, മുന്നൊരു ആൻസർ പഠിക്കാനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ പല ആവർത്തി വായിച്ചു കഴിയുമ്പോഴാണ് ഒരു ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോസും പല ആവർത്തി കാണണം, പല ആവർത്തി പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ഡെയിലി യൂസിൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഈ സ്ട്രക്ചേഴ്സ് മുഴുവൻ ഉപയോഗിക്കണം. നമ്മുടെ ഓരോ വീഡിയോസിലും നമ്മൾ ഒത്തിരി പ്രൊനൗൺസിയേഷൻ വീഡിയോസും വെക്കാബുലറി വീഡിയോസും ട്രാവലിംഗ് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ചിട്ടും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന കുറേ സെൻറ്റൻസുകളെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ യൂട്യൂബ് ചാനലിൽ 60ഓളം വീഡിയോസ് ഇപ്പോൾ തന്നെയുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോയും കാണണം, പല ആവർത്തി കാണണം. പറ്റുമെങ്കിൽ ഒരു നോട്ടാക്കി അതിനെ എഴുതിയെടുക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നേക്കണം. ഈ ലാംഗ്വേജ് എറ്റിക്കറ്റിൻ്റെ ഇംഗ്ലീഷിലെ മര്യാദകളെ കുറിച്ചിട്ടുള്ള 3ാമത്തെ വീഡിയോ, ഹൗ ആർ യുവിന് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റു.